ഹായ് ഓൾ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സേമിയയും നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അതിനായി ഒരു പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഈ പഴം അതിലേക്കിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങയിട്ട് അത് നന്നായി വഴറ്റിയെടുക്കുക. അത് നന്നായി വഴന്നു വന്നിട്ടുണ്ട് രണ്ടും. ഇനി അത് മാറ്റി വെക്കുക. അതിനുശേഷം അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് സേമിയ ഇട്ട് കൊടുക്കുക. ഇത് റോസ്റ്റ് ചെയ്ത സേമിയാണ്, അതുകൊണ്ട് കുറേ സമയം റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് വെന്ത് വരാൻ ആവശ്യമായി അതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. 1 കപ്പ് തിളച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുക. ഇനി മൂടി വെച്ച് വേവിച്ചെടുക്കുക. അങ്ങനെ സേമിയ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ശർക്കരപ്പാനി മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക. ശേഷം സേമിയയും ശർക്കരപ്പാനിയും നന്നായി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം നല്ല വൃത്തി മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പഴത്തിൻ്റെ കൂട്ട് അതിലേക്കിട്ട് അത് മിക്സാക്കി എടുക്കുക. ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കഴിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം. ഇനി ഒരു വാഴയിലെടുത്ത് അത് വാട്ടിയെടുത്ത് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ട് കുറച്ചായി ഇട്ട് കൊടുത്ത് ഇതുപോലെ മടക്കിയെടുക്കുക. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. ഇങ്ങനെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ആവി കയറ്റാൻ വേണ്ടി പാത്രത്തിലേക്ക് വെക്കാം. ചൂടായി വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് തുറന്ന് നോക്കാം. ആ ഇലയുടെ സ്വാദും ആ മണവും എല്ലാം ഇത് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തിയായ ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ.